കേരളത്തിൽ ആദ്യത്തെ ഡബിൾ ഹെഡ് സിപ്പർ മെഷീനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം നിങ്ങൾ കണ്ടോ, രണ്ട് ഭാഗത്ത് കൂടിയിട്ട് സിപ്പർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ഫ്ലേവർ വേണമെങ്കിലും ഒരേ ടൈമിൽ നിങ്ങൾക്ക് അടിക്കാം. അതേപോലെ 5 രൂപയുടെ 10 രൂപയുടെ ആയിട്ട് നിങ്ങൾ സൈസും മാറ്റിയിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മെഷീൻ. നിങ്ങൾ അന്വേഷിക്കുന്ന ഏതൊരു പാക്കിംഗ് മെഷീനും, അതായത് 5 ഗ്രാം മുതൽ 10 കിലോ വരെയുള്ള എന്തും പാക്ക് ചെയ്യാൻ പറ്റുന്ന സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കോ യൂസ് ചെയ്യുന്ന മെഷീൻസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. എന്റെ വലതുവശത്തിരിക്കുന്ന ഈ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ വെയർ എന്ന് പറയും. FG റോഡ് എന്ന് പറഞ്ഞിരിക്കുന്ന എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്തായിട്ട് ചെമ്പരയ്ക്ക് എന്നുള്ള സ്ഥലത്താണ് ജംസിൽ അഭിലാഷ് ഇൻഡസ്ട്രീസിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാക്കിംഗ് മെഷീൻസ് ആണ്. നമുക്ക് എന്ത് പാക്ക് ചെയ്യാനും, അതായത് നമ്മൾ ലിക്വിഡ് ഫോമിലായിക്കോട്ടെ, അതെല്ലാം പൗഡർ ഫോം ആയിക്കോട്ടെ, അതുമല്ല ഗ്രാനുവൽസ് ആയിക്കോട്ടെ, എന്തും പാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഫാക്ടറിയിൽ തന്നെയാണ് ഇവരുടെ എല്ലാ പ്രൊഡക്ഷനും നടക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നേരെ ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഇവിടുത്തെ ഓരോ മെഷീൻ ചെയ്യുന്നത് നമുക്ക് കാണണ്ടേ. നേരെ ജംസീലിന്റെ വിശേഷങ്ങളിലേക്ക്. കമ്പനിയുടെ പാർട്ട്നേഴ്സിൽ ഒരാളായിട്ടുള്ള സച്ചിനാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. സച്ചിൻ, ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട്? നമ്മൾ ശരിക്കും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് 32 വർഷമായി. അതായത് അഭിലാഷ് ഇൻഡസ്ട്രീസ് എന്നാണ് കമ്പനിയുടെ പേര്. കേരളത്തിലെ ആദ്യത്തെ പാക്കിംഗ് മെഷീൻ കമ്പനിയാണ് അഭിലാഷ് ഇൻഡസ്ട്രീസ്. ഓക്കെ, നിങ്ങളുടെ മെയിൻ ആയിട്ട് വരുന്ന ബ്രാൻഡ് നെയിം വരുന്നത് ജംസീൽ അല്ലെ? എന്തൊക്കെ മെഷീൻസ് ആണ് നിങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ശരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വെളിച്ചെണ്ണ പാക്ക് ചെയ്യുന്ന മെഷീൻസിലാണ്. അതിനുശേഷം നമ്മളിപ്പോൾ കറി മസാല, അരിപ്പൊടി, ചിപ്സ്, അല്ലെങ്കിൽ നോൺ എഡിബിൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, അതായത് ഈ നമ്മുടെ വൈറ്റ് സിമെൻറ്റ് അല്ലെങ്കിൽ ഷാംപൂ, ഇങ്ങനത്തെ പ്രോഡക്ട്സിനുള്ള മെഷീൻസ് നമ്മളിപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ കസ്റ്റമറുടെ റിക്വയർമെൻറ്റിന് അനുസരിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമൈസ് ആയിട്ടുള്ള പാക്കിംഗ് മെഷീൻസ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എനിക്ക് കാണേണ്ടത് ഇവിടെയുള്ള ഓരോ മെഷീൻ്റെ പ്രവർത്തനങ്ങൾ. ഓക്കെ, നമുക്ക് അതിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓയിൽ പാക്ക് ചെയ്യുന്ന മെഷീനിലാണ് ഞങ്ങൾ ഈ അഭിലാഷ് ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്തത്. അതിലൊരു മോഡലാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇതിലിപ്പോൾ വെളിച്ചെണ്ണ, ഓയിൽ, പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ പോലത്തെ ഐറ്റംസ് പാക്ക് ചെയ്യുന്ന മോഡലാണ്. 200 ml തൊട്ട് 1 ലിറ്റർ വരെ നമുക്ക് ഈ മോഡലിൽ ചെയ്യാം. ഇതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 30 to 40 പൗച്ചസ് നമുക്ക് ഒരു മിനിറ്റിൽ കിട്ടും. ഒരു മിനിറ്റിൽ. ഇതിൽ കുറഞ്ഞ മോഡൽസ് ഉണ്ട്. ഇതിപ്പോൾ ഹൈ എൻഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഈ മോഡൽ കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി ഓയിൽ പൗച്ചിൽ പാക്ക് ചെയ്യുന്ന മെഷീൻ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ ഇനി കാണാൻ പോകുന്നത് ബോട്ടിൽ ഫില്ല് ചെയ്യുന്ന മെഷീനാണ്. ബോട്ടിൽ ഫില്ലിംഗ് അല്ലേ? അതെ, തീർച്ചയായും. ഇതിന്റെ ഓട്ടോമാറ്റിക് മെഷീൻസും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ കാണാൻ പോകുന്നത് സെമി ആയിട്ടുള്ള മെഷീനാണ്. അതായത് ജസ്റ്റ് ഫില്ലിംഗ് മാത്രം ചെയ്യുന്ന മെഷീൻ. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാല് അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കാർ ഷാമ്പു പോലത്തെ ഐറ്റംസ് ഒക്കെ ഒരു 50 ml തൊട്ട് 5 ലിറ്റർ വരെ പാക്ക് ചെയ്യുന്ന മെഷീനാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ടച്ച് സ്ക്രീൻ ഒക്കെ ഉള്ള ഒരു പുതിയ മോഡലാണിത്. ഇതിന് പുറമെ നമ്മൾ ഈ കാണുന്നത് ഓൾറെഡി നമ്മളൊരു 20 വർഷമൊക്കെ ആയിട്ടുള്ള മാർക്കറ്റിലുള്ള മോഡലാണ്. ഇതിൽ 200 ml തൊട്ട് 1 ലിറ്റർ വരെ ചെയ്യാം. ഇതിന്റെ ഓട്ടോ തന്നെ വരുന്നുണ്ടോ? ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻസ് നമുക്ക് നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതായത് ഫില്ലിംഗ്, ക്യാപ്പിംഗ്, ലേബലിംഗ് ഒക്കെ ചെയ്തു വരുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് ലൈൻ നമ്മൾ ഓൾറെഡി മാനുഫാക്ചർ ചെയ്യും. അതായത് ഒരു ഭാഗത്ത് ഒരു ബോട്ടിൽ വെച്ച് കൊടുത്താൽ മതി, എല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് തരും. തീർച്ചയായിട്ടും അത് തന്നെ. നമ്മളിപ്പോൾ വെളിച്ചെണ്ണ പാക്ക് ചെയ്യുന്ന മെഷീൻസ് ഒക്കെ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അരിപ്പൊടി, കറി മസാല പോലത്തെ പ്രോഡക്ട്സ് ഒക്കെ പാക്ക് ചെയ്യുന്ന മെഷീനാണ്. ഇത് ഓഗർ ഫില്ലർ എന്ന് പറയും. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെഷീൻ നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് 50 ഗ്രാം തൊട്ട് 1/2 കിലോ വരെ ചെയ്യുന്ന മെഷീനാണ്. ഇതിന്റെ തന്നെ 1/2 kg തൊട്ട് 5 കിലോ വരെ ചെയ്യുന്ന മെഷീൻസ് വരെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇതിൽ അറൗണ്ട് ഒരു 70 പാക്കറ്റൊക്കെ ഒരു മിനിറ്റിൽ, 50 ഗ്രാം 100 ഗ്രാം ഒക്കെ ഒരു 70 പാക്കറ്റ് വരെ നമുക്ക് ഒരു മിനിറ്റിൽ കിട്ടുന്ന മോഡലാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. ഇതിലും സ്പീഡ് കൂടിയ മോഡലും ഇതിലും സ്പീഡ് കുറഞ്ഞ മോഡലും നമുക്ക് അവൈലബിൾ ആണ്. മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മുടെ കറി മസാല, ചിക്കൻ മസാല പോലത്തെ പ്രോഡക്ട്സ് ആണ് മെയിൻ ഇതിൽ ചെയ്യുന്നത്. ഇതിൻ്റെ തന്നെ 1/2 kg 1 കിലോ മോഡൽസിൽ നമുക്ക് ഈ സെയിം പറഞ്ഞ പ്രോഡക്റ്റും ചെയ്യാം. അതിനൊപ്പം തന്നെ അരിപ്പൊടി, ഗോതമ്പ് പൊടി പോലത്തെ പ്രോഡക്ട്സ് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ടച്ച് സ്ക്രീനിലാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്ന മെഷീൻസ് ആണ്. അതിൽ നമുക്ക് പ്രൊഫൈൽ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് മെഷീൻ ഏത് ഗ്രാമാണോ നമുക്ക് വേണ്ടത് അതിലോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ആവും. നമ്മൾ ആകെ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ കോളർ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഓരോ പാക്കറ്റും നമുക്ക് മാർക്കറ്റിൽ നോക്കി അറിയാം, ഓരോ പാക്കറ്റിനും ഓരോ വീതി ആയിരിക്കും. ആ വീതിക്ക് അനുസരിച്ച് നമ്മൾ ഈ കോളർ എന്ന് പറഞ്ഞ പോർഷൻസ് മാത്രം നമ്മൾ മാറ്റി കൊടുക്കുക. മെയിനായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു മോഡൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് പവിഴം, കിച്ചൺ ട്രഷേഴ്സ് പോലത്തെ കേരളത്തിലെ പ്രമുഖ ബ്രാൻഡുകൾക്കൊക്കെ നമ്മൾ ഈ മെഷീൻസ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. കിച്ചൺ ട്രഷേഴ്സിനെ നമുക്ക് മുളക് പൊടിയൊക്കെ പാക്ക് ചെയ്യുന്നത് നമ്മൾ ഈ മെഷീൻസിലാണ്. നമ്മൾ ഓൾറെഡി വെളിച്ചെണ്ണയും അരിപ്പൊടി, കറി മസാലയൊക്കെ പാക്ക് ചെയ്യുന്ന മെഷീൻസ് കണ്ടു. അതിനുശേഷം നമ്മൾ കാണാൻ പോകുന്നത് കടല, പയർ, പരിപ്പ്, ചിപ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് പോലത്തെ ഐറ്റംസ് പാക്ക് ചെയ്യുന്ന മെഷീനാണ്. ഇത് മൾട്ടി ഹെഡ് വയർ എന്ന് പറഞ്ഞൊരു മെഷീനാണ്. കപ്പ് ഫില്ലർ എന്ന് പറഞ്ഞ മെഷീൻ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗ്രാനുൾസിന് കൊടുക്കുന്ന മോഡലാണ് മൾട്ടി ഹെഡ് വയർ എന്ന് പറയും. ഈ ഒരു മോഡലിൽ നമുക്ക് 250 ഗ്രാം തൊട്ട് 5 കിലോ വരെ ചെയ്യുന്ന മോഡലാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പിള്ളേരൊക്കെ കഴിക്കുന്ന സിപ്പപ്പ് എന്ന് പറഞ്ഞ ഐറ്റം പാക്ക് ചെയ്യുന്ന മെഷീനാണ്. ഈ പുറകെ കാണുന്നതാണ് നമ്മുടെ സിപ്പപ്പ് പാക്ക് ചെയ്യുന്ന മെഷീൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും പുതിയ മോഡലാണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാക്സിമം ഒരു 1 ഇയർ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്തിട്ട് എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി പറയുമ്പോൾ ഓരോ സൈസ് ചെയ്തെങ്കിൽ ഓരോ മെഷീൻ വേണം. ഈ ഒരു മോഡലിൽ നമുക്ക് ടച്ച് സ്ക്രീൻ വെച്ചിട്ടുള്ള പ്രോഗ്രാം ചെയ്ത മോഡലാണ്. ഇതിൽ നമുക്ക് ഏത് ലെങ്ത് വേണമെങ്കിലും നമുക്ക് ഈ മെഷീനിൽ ചെയ്യാം. നോർമൽ ഒരു സോസിന്റെ സാഷയുടെ വലിപ്പം തൊട്ട് നമ്മുടെ ക്യാമറയും മെഴ്സിലീസ് ഒക്കെ വരുന്ന പോലെ 10 രൂപയുടെ പാക്കറ്റ് വരെയുള്ള വലിപ്പത്തിലുള്ള പാക്കറ്റ് നമുക്ക് ഈ ഒറ്റ മെഷീനിൽ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഡബിൾ ഹെഡ് മെഷീനാണ്.
ഡബിൾ ഹെഡ് മെഷീൻ എന്ന് പറഞ്ഞാൽ 2 പ്രോഡക്റ്റ് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റും. അറൌണ്ട് ഒരു 80 പാക്കറ്റ്സ് വരെ നമുക്ക് ഡബിൾ ഹെഡിൽ കിട്ടും. അത് ഒരേ പ്രോഡക്റ്റ് തന്നെ വേണം, ഒരേ പ്രോഡക്റ്റ് തന്നെ വേണമെന്നില്ല, രണ്ടിനും 2 ഫില്ലിംഗ് ആണ്. നമുക്ക് 2 സൈസ് ചെയ്യാം, 2 പ്രോഡക്റ്റ് ചെയ്യാം. 2 പ്രോഡക്റ്റ് 2 സൈഡിൽ നിന്നാണ് വരുന്നത് അല്ലേ? അതെ, 2 ഫില്ലിംഗ് ആണ് ഇതിന്. ഇതിന്റെ തന്നെ സിംഗിൾ ഹെഡ് മെഷീൻ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൽ നമുക്ക് 2 പ്രോഡക്റ്റ് അറ്റ് എ ടൈം പാക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ പക്ഷേ ഒരൊറ്റ പ്രോഡക്റ്റ് ഒരു ടൈമിൽ പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെറിയ പാക്കറ്റ് തൊട്ട് വലിയ പാക്കറ്റ് വരെ നമുക്ക് ഈ മെഷീനിൽ അറ്റ് എ ടൈം പാക്ക് ചെയ്യാം. പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ? അത് പ്രൈസിൽ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ മെയിൻ ഈ സിപ്പപ്പിൽ നമുക്കിപ്പോൾ മെയിൻ ഒരു ഇതെന്ന് പറയാൻ പറഞ്ഞാൽ കേരളത്തിലെ പ്രമുഖ ബ്രാൻഡുകളായിട്ടുള്ള മെഴ്സിലിയസ്, ക്യാമറി, ലാസ, മിൽമ, വെസ്ത അല്ലെങ്കിൽ റിച്ച് ഡാഡ് പോലത്തെ ബ്രാൻഡുകൾക്കൊക്കെ നമ്മൾ സിപ്പപ്പിന്റെ പാക്കിംഗ് മെഷീൻ നമ്മൾ സപ്ലൈ ചെയ്യുന്നു. നിങ്ങളാണ് മെഷീൻ കൊടുത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും അതെ. നമ്മൾ ഇതുവരെ കണ്ടത് കറി മസാല, അരിപ്പൊടി അല്ലെങ്കിൽ കടല, പയർ പോലത്തെ ഐറ്റംസ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് പാക്ക് ചെയ്യുന്ന മെഷീനാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇത് തന്നെ സെമി ആയിട്ട് പാക്ക് ചെയ്യുക, അതായത് പ്രീപെയ്ഡ് പൗച്ചിലോട്ടോ അല്ലെങ്കിൽ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കോ യൂസ് ചെയ്യുന്ന മെഷീൻസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. എൻ്റെ വലതുവശത്തിരിക്കുന്ന ഈ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ വെയർ എന്ന് പറയും. നമ്മളിപ്പോൾ കണ്ട മൾട്ടി ഹെഡിന്റെ തന്നെ ചെറിയൊരു വേർഷനാണ് ലീനിയർ വെയർ. ഇതിൽ നമ്മൾ ഓൾറെഡി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേണ്ട വെയിറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രീപെയ്ഡ് പൗച്ച് താഴെ പിടിച്ചു കൊടുത്ത് അതിൽ നമ്മൾ വെയിറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് സെമി ഓഗർ ഫില്ലർ മെഷീനാണ്. അതായത് നമ്മൾ ഓൾറെഡി കറി മസാലയുടെ മെഷീൻ കണ്ടു, അതിൻ്റെ തന്നെ സെമി ആയിട്ടുള്ള നമ്മൾ ഫില്ലിങ്ങിൻ്റെ പോർഷൻ മാത്രം കൊടുക്കുന്ന ഒരു മെഷീനാണ് സെമി ഓഗർ ഫില്ലർ എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നമുക്ക് 500 ഗ്രാംസ് തൊട്ട് 5 kg വരെ, ഇനി കറി മസാലാസ് ഒക്കെ ആണെങ്കിൽ ഒരു 50 ഗ്രാംസ് തൊട്ട് 1 kg വരെ നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യാം. അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഓൾറെഡി കണ്ട മെഷീനിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇതിൽ നമുക്ക് വേണ്ട വെയിറ്റ് നമ്മളിവിടെ ഒരു പൗച്ച് പിടിച്ചു കൊടുക്കുവാണെങ്കിൽ കറക്റ്റ് വെയിറ്റ് വരും. അത് നമ്മൾ ഇതുപോലത്തെ ബാൻഡ് സീലർ മെഷീൻസിൽ വെച്ച് നമ്മൾ സീൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മാനുവലായിട്ട് സീൽ ചെയ്ത്. ഇതിന് പുറമെ എന്ന് പറഞ്ഞാൽ ചില പ്രോഡക്ട്സ് ഓൾറെഡി നമ്മൾ ഈ സ്റ്റാൻഡപ്പ് പൗച്ചുകളിലായിരിക്കും ചെയ്യുന്നത്. അത് നമുക്ക് ഓട്ടോമാറ്റിക് മെഷീനിൽ ചെയ്യാൻ പറ്റില്ല, പ്രീപെയ്ഡ് പൗച്ച് ആയിരിക്കും. അതൊക്കെ നമ്മൾ ഇതുപോലത്തെ മെഷീൻസിലാണ് ചെയ്യുന്നത്. ഈ കണ്ട മെഷീൻസിന് പുറമെ നമ്മുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ദോശമാവ്, അതുപോലെ ഫ്രൂട്ട് പൾപ്പൊക്കെ പാക്ക് ചെയ്യുന്ന മെഷീൻസാണ്. 1 കിലോ തൊട്ട് 2 കിലോ വരെ ചെയ്യുന്ന മെഷീൻസൊക്കെ നമ്മളിവിടെ ഓട്ടോമാറ്റിക് മെഷീൻസ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. എളനാട്, അതുപോലെ ശരവണ, ഉടുപ്പി എന്ന് പറഞ്ഞ മെയിൻ ബ്രാൻഡുകൾക്ക് നമ്മൾ കേരളത്തിലും അതുപോലെ തന്നെ ദുബായ് റീജിയൻസിലോട്ടൊക്കെ നമ്മൾ കൂടുതൽ ഇത് എക്സ്പോർട്ട് ചെയ്യാണ് മെയിൻലി ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ സിപ്പപ്പ് മെഷീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ ഈ ചില കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ചിക്കു അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട് പോലത്തെ കട്ടിയുള്ള ഐറ്റംസ് പാക്ക് ചെയ്യുന്നത്. നമ്മുടെ ഈ മെഷീൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് SS-ന്റെ ഗിയർ പമ്പാണ്. അതുകൊണ്ട് തന്നെ കട്ടിയുള്ള ഐറ്റംസ് ആയിട്ടുള്ള ചിക്കു, ടെൻഡർ കോക്കനട്ട് പോലത്തെ പ്രോഡക്ട്സ് ഒക്കെ പാക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മെഷീൻ യൂസ് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്യാനും ഇതിൽ ഭയങ്കര എളുപ്പമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ട മെഷീൻസ് ഒക്കെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്തിട്ടാണോ ആളുകളിലേക്ക് എത്തിക്കുന്നത്, അതല്ല മാനുഫാക്ചറിങ് തന്നെ നിങ്ങൾക്കുണ്ടോ? നമ്മളിപ്പോൾ ഇവിടെ കണ്ട ഓരോ മെഷീൻസും നമ്മൾ ഇവിടെ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതിൻ്റെ ഈച്ച് ആൻഡ് എവറി സ്പെയറും നമ്മൾ ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുക. ആകെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കമ്പോണൻസ്, അതിൻ്റെ ടച്ച് സ്ക്രീന് അല്ലെങ്കിൽ ഡ്രൈവ്, സ്വിച്ചസ് പോലത്തെ സാധനങ്ങൾ മാത്രമേ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാം നമുക്കിവിടെ ഇൻഹൗസ്, നമുക്ക് മെഷീൻ ഷോപ്പ് ഉണ്ട്, ഫാബ്രിക്കേഷൻ യൂണിറ്റ് ഉണ്ട്. നമുക്ക് ഫുൾ നമ്മൾ ഇവിടെ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതിന്റെ സർവീസ്, വാറണ്ടി ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്? അതായത് ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞു ഓൾറെഡി 32 വർഷമായ ഒരു കമ്പനിയാണ്. നമ്മൾ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നതിന് ഉപരി അതിന്റെ സർവീസ് കൊടുത്താൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഈ 32 വർഷമായിട്ട് നമ്മൾ മാർക്കറ്റിൽ നിലനിൽക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആഫ്റ്റർ സെയിൽ സർവീസ് ആണ്. ഈ മെഷീൻസിനൊക്കെ വാറണ്ടി എങ്ങനെയാണ് വരുന്നത്? നമ്മളിപ്പോൾ ഒരു പുതിയ മെഷീൻ നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഒരു 1 ഇയർ ഫ്രീ വാറണ്ടിയും 1 ഇയർ ഫുൾ ഫ്രീ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഏരിയയിലാണ്. ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഏരിയ എന്ന് പറഞ്ഞ ഏരിയ ഗൈഡ് ചെയ്യുന്നത് എൻ്റെ ഫാദർ, അതായത് ശ്രീകുമാറാണ്. അച്ഛനാണ് ഓരോ പുതിയ മെഷീൻ്റെ ഡിസൈൻ, ഡെവലപ്മെന്റ് അതുപോലെ സർവീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പുറകിൽ കാണുന്നത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ പാല് പോലത്തെ ഐറ്റംസ് ഒക്കെ മാക്സിമം സ്പീഡ് സർവോ വെച്ചിട്ട് ഒരു 120 പാക്കറ്റ്സ് ഒക്കെ ഒരു മിനിറ്റിൽ ചെയ്യുന്ന മെഷീൻ്റെ ഡെവലപ്മെന്റ് നടക്കുന്നതാണ് നമ്മളിപ്പോൾ പുറകിൽ കാണുന്നത്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മിസ്റ്റർ ശ്രീകുമാർ, അതായത് എൻ്റെ അച്ഛൻ ഹാൻഡിൽ ചെയ്യുന്ന പോലെ തന്നെ കമ്പനിയുടെ ബാക്കി കാര്യങ്ങൾ, മാർക്കറ്റിംഗും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന മിസ്റ്റർ പി ശശിധരനാണ്. അതിനൊപ്പം തന്നെ നമ്മുടെ സർവീസിങ്ങും അതുപോലെ ഇലക്ട്രോണിക് സെക്ഷനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ശരത് കുമാറാണ്. ഇതിന് പുറമെ നമ്മൾ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കമ്പനിയുടെ മെയിൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫ് തന്നെയാണ്. കഴിഞ്ഞ 32 വർഷമായിട്ട് നമ്മളെ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള സ്റ്റാഫ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഒരു സ്ട്രെങ്ത് തന്നെയാണ്. ഇത്രയും വർഷമായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്ന സ്റ്റാഫ് തീർച്ചയായിട്ടും കഴിഞ്ഞ 93 തൊട്ട് ഈ പറയുന്ന 2025 വരെ നമ്മുടെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന സ്റ്റാഫ് നമ്മളിവിടെ ഉണ്ട്. അടിപൊളി, അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് സർവീസും നമ്മുടെ ആ മെഷീന്റെ ക്വാളിറ്റി നമുക്ക് അന്നുള്ള പോലെ തന്നെ ഇന്നും നമുക്ക് കൊടുക്കാൻ സാധിക്കും. തീർച്ചയായും. നമ്മൾ ജംസീലിനെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയാണ്. നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സ്. അതിൽ ഏറ്റവും മെയിൻ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ മിൽമ, അതുപോലെ ബ്രാഹ്മിൻസ്, തമീമി, പവിഴം, കിച്ചൺ റഷേഴ്സ്, അതുപോലെ കേരളത്തിലെ ഒട്ടുമിക്ക മെയിൻ ബ്രാൻഡുകൾക്ക് നമ്മൾ മെഷീൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഏതൊരു കസ്റ്റമറുടെ ആവശ്യം എന്ന് പറയുന്നത് നമ്മളൊരു മെഷീൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മെഷീന് എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് ഇതൊക്കെ കാണാനുള്ള സൗകര്യം. അതായത് നിങ്ങൾ ഫാക്ടറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ
ഇതിന്റെ ഫാക്ടറിക്ക് അകത്ത് വന്നിട്ട് ഇതൊക്കെ കാണാനുള്ള സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ഏതൊരു കസ്റ്റമറുടെ അടുത്ത് നമ്മൾ പറയുന്നത് വന്ന് നമ്മുടെ ഫാക്ടറി കാണുക, നമ്മളിവിടെ മെഷീൻസ് ചെയ്യുന്ന ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് കാണുക, അതിനുശേഷം നമ്മുടെ ക്വാളിറ്റി അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ മെഷീൻ എടുത്താൽ മതി എന്നാണ് കസ്റ്റമേഴ്സിനോട് പറയുന്നത്. എവിടെയൊക്കെ നിങ്ങൾ മെഷീൻസ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ശരിക്കും മെയിൻ ആയിട്ട് കേരളത്തിൽ അറൗണ്ട് ഒരു 90% നമ്മൾ മെഷീൻസ് റൺ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ബോംബെ പോലത്തെ സ്ഥലങ്ങളിലുണ്ട്. ഇനി ഇന്ത്യക്ക് പുറത്താണെങ്കിൽ മെയിൻ ആയിട്ട് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത് ദുബായ്, സൗദി റീജിയൻസിലാണ്. വിദേശ രാജ്യങ്ങൾക്ക് നിങ്ങൾ മെഷീൻ? തീർച്ചയായിട്ടും. അതിന് പുറമെ ശ്രീലങ്ക, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഏറ്റവും പുതിയതായിട്ട് ഇനി മെഷീൻസ് കൊടുക്കാൻ പോകുന്നത് ഫ്രാൻസിലോട്ടാണ്. അടിപൊളി. ഓക്കെ, പ്രൈസ് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നത്? നമ്മളിപ്പോൾ നോർമലി ഞങ്ങൾക്ക് ഇവിടെ 2 സെക്ഷനാണ് ഉള്ളത്. ഞങ്ങൾക്ക് വേറൊരു സെക്ഷനും കൂടി ഉണ്ട്. അവിടെ ഞങ്ങൾ ഈ ട്രേഡ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ് ഒരാൾക്ക് വേണ്ടി വരുന്ന 2000 രൂപ തൊട്ടുള്ള സീലിംഗ് മെഷീൻസ് തൊട്ട് നമ്മളിവിടെ താഴെ കണ്ട ഏകദേശം ഒരു 30-35 ലക്ഷം രൂപ വരുന്ന ഓട്ടോമാറ്റിക് മെഷീൻസ് വരെയാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. ജംസിൽ അഭിലാഷ് ഇൻഡസ്ട്രീസ് കമ്പനിയുടെ മെയിൻ പാർട്ട്നേഴ്സിൽ ഒരാളായിട്ടുള്ള ശ്രീകുമാർ സാർ ഇപ്പോൾ കൂടെ ഉള്ളത്. ഇന്ന് കമ്പനിയുടെ പ്രൊഡക്ഷനും അതുപോലെ സർവീസും നല്ല രീതിയിൽ ഏറ്റെടുത്ത് അല്ലെങ്കിൽ മെയിനായിട്ട് മേലോട്ട് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ശ്രീകുമാർ സാർ. സാർ, ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തതും അതുപോലെ നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചൊന്ന് അറിയണമെന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ? ഇത് കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 1993 ഏപ്രിൽ 15-ാം തീയതിയാണ് ഞങ്ങൾ ഈ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം വയ്ക്കുന്നത്. അത് ഞങ്ങൾ തിരുവല്ലയിലാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എറണാകുളത്തേക്ക് മാറി തുടങ്ങിയത് 94-ലാണ്. 94 തുടങ്ങി ഏകദേശം 2019 വരെ ഞങ്ങൾ കളമശ്ശേരിയിലായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഞങ്ങൾ ഇപ്പോൾ പെരുമ്പാവൂർ ഏരിയയിലേക്ക് മാറി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷമേ ആവുന്നുള്ളൂ. അതുവരെ കളമശ്ശേരിയിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. ഞങ്ങളിപ്പോൾ ഏകദേശം ഇന്ത്യയിലും പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് മിഷൻസ് ഒരുമാതിരി എല്ലാ കമ്പനികൾക്കും ഞങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുട്ടുപൊടി ആയാലും കറി മസാല, ഓയിൽ ഫീൽഡ്, മിൽക്ക് ഫീൽഡ്, അങ്ങനെ എല്ലാ കമ്പനികൾക്കും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്? ഫ്യൂച്ചറിലേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് കേരളം ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ എല്ലായിടത്തേക്കും ഞങ്ങൾ സർവീസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഓഫീസ് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടത്തേക്ക് ആളെ ഞങ്ങൾ ഇതിപ്പോൾ ആൾറെഡി ഡെപ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ദുബായിലേക്ക് അങ്ങനെ ഒരു പ്ലാനിങ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ദുബായിൽ ഒരു ഓഫീസും അസംബ്ലിംഗ് സെഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയിലേക്ക് വേണ്ട ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാക്കിംഗ് സംബന്ധമായിട്ടുള്ള എല്ലാ മിഷൻസും ആരും ചോദിച്ചാലും അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു പ്ലാനിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയാണ് ജംസിൽ അഭിലാഷ് ഇൻഡസ്ട്രീസിന്റെ വിശേഷങ്ങൾ. നമ്മളിന്ന് കേരളത്തിനകത്തും പുറത്തുമായിട്ട് കാണുന്ന ഒട്ടുമിക്ക വലിയ വലിയ ബ്രാൻഡ്സും യൂസ് ചെയ്യുന്ന മെഷീന് ഈ ഒരു കമ്പനീന്റെ ആണെന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കൊരു മെഷീൻ വാങ്ങിക്കണമെങ്കിൽ ദൂരെ നിന്ന് ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ കമ്പനിയിലേക്ക് വന്നു കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി, അത് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇതിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിലായതുകൊണ്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.